ഹായ് എവരി വൺ, വെൽക്കം ടു സോൾ ഓഫ് ക്രോഷേ. ഈ വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്നത് ഡബിൾ ക്രോഷറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. അതിനായി വേണ്ടത് യാണും ഹുക്കുമാണ്. ആദ്യം തന്നെ സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും ഇടാം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ മുമ്പ് കാണിച്ചിരുന്നു. ദെൻ മേക്കിംഗ് സ്ലിപ്പ് നോട്ട്. നമ്മുടെ വിരലിൻ്റെ ഒരു എക്സ് പോലെ ചുറ്റി അതിൽ നിന്നും അടിയിലത്തെ ആദ്യം ചുറ്റിയതിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ റൗണ്ട് പോലെ കിട്ടും. അതിൽ കൂടെ തന്നെ മറ്റേ വർക്കിംഗ് ഞാണിനെ ഉള്ളിലേക്ക് വലിച്ചാൽ നമ്മുടെ സ്ലിപ്പ് നോട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഹുക്കിന്മേൽ ഇൻസേർട്ട് ചെയ്ത് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ലിപ്പ് നോട്ട് റെഡി. നമുക്കിനി ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ആദ്യം തന്നെ സ്ലിപ്പ് സ്റ്റിച്ചിനെ ഒന്ന് നമ്മളുടെ തള്ളവിരൽ കൊണ്ട് ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പിന്നീട് നമ്മുടെ ഹുക്കിനെ വലത്തേക്ക് ചരിച്ച് യാണിൻ്റെ അണ്ടറിലേക്ക് ആക്കുക. ശേഷം ആ യാണിനെ ഹോൾഡ് ചെയ്ത് പുറത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ചിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ ഒന്ന് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് ഇടാം. അതിനായി ഹുക്കിനെ ലെഫ്റ്റിലേക്ക് ചലിപ്പിച്ച് യാണിൻ്റെ അണ്ടറിലേക്കാക്കി യാണിനെ ഹോൾഡ് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ബാക്കി ചെയിൻ സ്റ്റിച്ചും കൂടി ഇടാം. ഇതിനായി ടോട്ടൽ 12 ചെയിൻ സ്റ്റിച്ചാണ് ആവശ്യമായിട്ടുള്ളത്. ഡബിൾ ക്രോഷേ ചെയ്യുന്നതിനായി 12 ചെയിൻ സ്റ്റിച്ച് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ഇടാം. 4, 5, 6, 7, 8, 9, 10, 11 and 12. ഇപ്പോൾ നമ്മൾ 12 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ ചെയിൻ സ്റ്റിച്ചിനെ കാണാൻ വി പോലെയാണ് ഉള്ളത്. ഒരു വി ഷേപ്പിലാണ് ഈ ചെയിൻ സ്റ്റിച്ച് രൂപപ്പെട്ട് വരിക. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചായിട്ടുള്ള ചെയിൻ സ്റ്റിച്ചിനെ കാണുവാൻ ഈ വി ഷേപ്പിലാണ് കിട്ടുക. ഈ വി ഷേപ്പിലേക്കാണ് ഈ ചെയിനിൻ്റെ ഉള്ളിലേക്ക് വി പോലെ വരുന്ന ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഓരോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടുള്ളത്. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ആദ്യം തന്നെ യാൺ ഓവർ ചെയ്യുക. ഓരോ എല്ലാ ഡബിൾ ക്രോഷേ സ്റ്റിച്ചുകളും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ യാൺ ഓവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്ക് യാൺ ഓവർ ചെയ്ത് മൂന്നാമത്തെ, അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചുകളെ സ്കിപ്പ് ചെയ്തുകൊണ്ട് നാലാമത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. 1, 2, 3 സ്കിപ്പ് ചെയ്ത് 4th ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് വീണ്ടും വരുമ്പോൾ ഹുക്കിന്മേൽ 3 ലൂപ്സുകൾ കാണാം. വീണ്ടും ആ ഹുക്കിനെ യാൺ ഓവർ ചെയ്ത് ഫസ്റ്റിലത്തെ 2 ലൂപ്സിനെ നമ്മൾ കളയും. വീണ്ടും 2 ലൂപ്സ് ബാക്കി വരും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്സിനെയും കൂടെ നമ്മൾ കളയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ശ്രദ്ധിക്കുക, യാൺ ഓവർ ചെയ്യുക. അപ്പോൾ 2 ലൂപ്സ്. നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ 3 ലൂപ്സ് നാം കാണും നമ്മുടെ ഹുക്കിന്മേൽ. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റിലത്തെ 2 ലൂപ്സിനെ പുറത്ത് കളഞ്ഞ് വീണ്ടും യാൺ ഓവർ ചെയ്ത് വീണ്ടും 2 ലൂപ്സിനെയും കൂടെ പുറത്ത് കളയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഡബിൾ ക്രോഷേ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ബാലൻസ് ബാക്കിയുള്ള എല്ലാ ചെയിനിലേക്കും നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം. സെയിം മെത്തേഡ് തന്നെയാണ്. യാൺ ഓവർ ചെയ്യുക, ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്സ് കിട്ടും. ആ 3 ലൂപ്സിനെ വീണ്ടും യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്സിനെ പുറത്താക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്സിനെയും കൂടെ പുറത്താക്കുക. ഇപ്പോൾ ടോട്ടൽ മുഴുവൻ ചെയിനിലേക്കും നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റിച്ചിലേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ഉണ്ടെന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9.
9 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചുകളാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ തുടക്കത്തിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള 3 ചെയിൻ സ്റ്റിച്ചുകളും കൂടെ ചേർത്ത് നമുക്ക് 10 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റിൽ സ്കിപ്പ് ചെയ്ത 3 ചെയിൻ സ്റ്റിച്ചുകളെ നമ്മൾ ഡബിൾ ക്രോഷ്യ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് ഒരു പ്രൊജക്റ്റോ വർക്കോ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ നോർമലി ഒരു 3 ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കില്ല. ഈ ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ സ്കിപ്പ് ചെയ്യുന്ന 3 ചെയിനുകളെയാണ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കുന്നത്. ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ 3 ചെയിനിനെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഡബിൾ ക്രോഷ്യയുടെ സെയിം ഹൈറ്റ് അനുസരിച്ചാണ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ചുകളെ ഇടുക, ടേൺ ചെയ്യുക. വീണ്ടും നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇട്ട സ്റ്റിച്ചിലേക്ക് നമ്മൾ ചെയ്യുകയില്ല. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് യാൺ ഓവർ ചെയ്ത് ഡബിൾ ക്രോഷ്യ നമുക്ക് വീണ്ടും ചെയ്യാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ ചെയിൻ സ്റ്റിച്ചിലേക്കും മുകളിലും കൂടെ ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 ലെവലായിട്ടാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് വേണമെങ്കിൽ ആ സെയിം മെത്തേഡാണ് 3 ചെയിൻ സ്റ്റിച്ച് ഇടുക, വീണ്ടും കംപ്ലീറ്റ് ഡബിൾ ക്രോഷ്യ ആണോ അത് സെയിം മെത്തേഡ് തന്നെ നമുക്ക് മുകളിലേക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ യാണും ഹുക്കും ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് പഠിക്കാവുന്നതാണ്. പലവട്ടം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്.